ഒടുവിൽ സമ്മതിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹറാമാണെന്നാണ്, ഇയാൾ ഹെഡിങ് കൊടുത്ത് ഹലാലാണെന്ന് സമ്മതിച്ചു എന്നാണ്. അപ്പൊ എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇയാൾ പ്രധാനമായിട്ട് ഉദ്ധരിക്കുന്നത് യുദ്ധബന്ദികളുടെ അവരുടെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യുന്നത്, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഇസ്ലാമിൽ അപ്പോൾ ഹലാലാണ്, നിങ്ങൾ സമ്മതിച്ചല്ലോ എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അത് ഇയാൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. യുദ്ധബന്ദികളെ അങ്ങനെ അവരെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്നതിൽ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിലൊക്കെ ആരിഫ് ഹുസൈന് കാര്യമായ പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈന് മുമ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനമായി 2 ഓപ്ഷൻസ് ആണ്. കാരണം ആരിഫ് ഹുസൈൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ജനീവ കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ആ ജനീവ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധബന്ദികളായി കിട്ടുന്ന ആളുകളെ അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യാം, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം, ഈവൻ സ്വകാര്യ വ്യക്തികളെ കൊണ്ടടക്കം പണിയെടുപ്പിക്കാൻ പറ്റും. അപ്പോൾ ആരിഫ് ഹുസൈൻ ഇത് ഒരു നിലക്കും ഇത് അംഗീകരിക്കാനേ പറ്റില്ല, അത് ആലോചിക്കാൻ തന്നെ പറ്റില്ല. എന്താണ് ഈ ആധുനിക ലോകത്ത് ഇത് എങ്ങനെ പറ്റിയ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ എന്നൊക്കെ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പൊ ഏതായാലും ആരിഫ് ഹുസൈൻ അത്രയും ഇടങ്ങേറുണ്ടെങ്കിൽ യുദ്ധബന്ദികളായി പിടിക്കപ്പെടുന്ന ആളുകളെ ഇങ്ങനെ അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൽ ആരിഫ് ഹുസൈൻ കാര്യമായി ഇടങ്ങേറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരിഫ് ഹുസൈൻ കോടതിയിൽ പോവുക, അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പോവുക. ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ആരിഫ് ഹുസൈൻ ഇന്ത്യയിലാണല്ലോ, ഇന്ത്യ ഈ കൺവെൻഷൻ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യയും ഈ പറഞ്ഞ മൊറാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധബന്ദികളെ പിടിച്ചു വെക്കാൻ പറ്റും, അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും, പണിയെടുപ്പിക്കാൻ പറ്റും, സ്വകാര്യ വ്യക്തികൾക്കും പണിയെടുപ്പിക്കാൻ ഒക്കെ പറ്റും. അപ്പൊ അത് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിൽ നിന്നും പിന്മാറാൻ, ജനീവ കൺവെൻഷനിൽ നിന്നും ഇന്ത്യ പിന്മാറാൻ എന്ത് ചെയ്യാം, കോടതിയിൽ പോകാം. ആ കോടതി ഇപ്പോൾ മിക്കവാറും നടക്കാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ യുദ്ധത്തിൽ നമ്മളെ കൊല്ലാൻ വരുന്ന ആൾക്കാരെ പിടിച്ച് സൽക്കാരം കൊടുത്ത് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാൽ, ഇത് പണ്ട് ഇയാള് ചേലാകർമ്മം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ചേലാകർമ്മം ചെയ്താൽ വാഹനാപകടം കൂടുന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പോയ മാതിരിയാവും. കോടതി ആട്ടിവിടാനാണ് ചാൻസ്. അതുകൊണ്ട് അത് പോകണ്ടെന്നുള്ളതൊക്കെ ആരിഫിന്റെ ഇഷ്ടം, പക്ഷെ പോയാൽ ആട്ടിവിടാനാണ് ചാൻസ്. കാരണം ജനീവ കൺവെൻഷൻ അങ്ങനെ പിന്മാറാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം നമ്മളൊരു യുദ്ധം ചെയ്യാൻ വരുന്ന ആൾക്കാരെ പിടിച്ചിട്ട് സൽക്കാരം കൊടുക്കല്ല ചെയ്യാം, അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യും. പലപ്പോഴും മുമ്പ് കാലത്ത് സംഭവിച്ചിരുന്നത് അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കൊല്ലുക മാത്രമല്ല, അവരെ എക്സ്ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം, ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ ആധുനികമായി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അത്രയും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി ഒന്നുകിൽ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാം. അത് പിന്മാറാൻ ഒരു ചാൻസും ഇല്ല. പ്രാക്ടിക്കലി ഈ ചങ്ങായിന്റെ ഈ കാര്യം, ഈ ഒരു ഇടങ്ങേറ് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് പോകാന്നുള്ളതാണ്. കാരണം ഈ ഭൂമിയിലുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ജനീവ കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, എവിടെയും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പം ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തു, ഓൾറെഡി എയറിലാണല്ലോ, അപ്പൊ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തു പോയി ബഹിരാകാശത്ത് എവിടെയെങ്കിലും, അല്ലെങ്കിൽ വല്ല ചൊവ്വയിലോ അല്ലെങ്കിൽ ചന്ദ്രനിലോ അവിടെ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നതായിരിക്കും. കാരണം അവിടെ ജനീവ കൺവെൻഷൻ ഇല്ലല്ലോ. അവിടെ യുദ്ധബന്ദികളൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ അവിടെ ആണെങ്കിൽ യുദ്ധം ചെയ്തിട്ട് യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ ബിരിയാണിയും മന്തിയും ഒക്കെ കൊടുത്തിട്ട് അവിടെ എത്തിക്കൊള്ളി. അപ്പൊ അതായിരിക്കും നല്ലത്. അപ്പൊ പെട്ടെന്ന് ബഹിരാകാശത്തേക്ക് വിടുക, അല്ലെങ്കിൽ കോടതിയിലേക്ക് വിടുക. ഇതാണ് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആരിഫിനുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ എന്താ വേറെ പറയാ, ഒന്ന് ആലോചിച്ച് നോക്കാം. അല്ലെങ്കിലും ചങ്ങായി ഇസ്ലാമിനെ എതിർത്തോളി, പക്ഷെ കോമൺ സെൻസ് ഇല്ലാത്ത വർത്തമാനം പറയരുത്.